പുഷപ്സ് എന്ന് പറയുന്നത് മസിൽസ് ഗെയിൻ ചെയ്യാനും അതുപോലെ തന്നെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനും ഏറ്റവും ലളിതവും അതുപോലെ തന്നെ ഉപകാരപ്രദവുമായിട്ടുള്ള ഒരു വ്യായാമമാണ്. ഒരു വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത്, അതായത് വെയിറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കുന്നത് വെയിറ്റ് ആണ്. പക്ഷേ പുഷപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കുന്നത് നമ്മുടെ ശരീരഭാരം തന്നെയാണ്. ഒരു പുഷപ്പ് ചെയ്യുന്ന സമയത്ത് ഏതെല്ലാം മസിൽസാണ് ആക്റ്റീവ് ആകുന്നത്, അല്ലെങ്കിൽ ഒരു പുഷപ്സ് ഏതെല്ലാം മസിൽസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കാം. ചെസ്റ്റ് മസിൽസ്, ഷോൾഡർ മസിൽസ്, അബ്ഡോമിനൽ മസിൽസ്, അതുപോലെ തന്നെ ബാക്ക് മസിൽസ്, ഇവയെല്ലാം ഒരു പുഷപ്പ് ചെയ്യുന്നതിലൂടെ ആക്റ്റീവ് ആകുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പുഷപ്പ് എന്നുള്ളത് ഒരു പക്ഷേ എല്ലാവരും വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഒരു എക്സസൈസ് ആയിരിക്കും. അത് നോർമൽ പുഷപ്പ് ചെയ്യുന്ന ആളുകളുണ്ടാകാം, പല വേരിയേഷൻസിൽ പുഷപ്പ് ചെയ്യുന്ന ആളുകളുണ്ടാകാം. പുഷപ്സ് പല വേരിയേഷനിലായി ചെയ്യുന്ന സമയത്ത് മസിൽ ഗെയിനും അതുപോലെ തന്നെ സ്ട്രെങ്ത്തും ഇമ്പ്രൂവ് ചെയ്യുമെന്ന്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുഷപ്സിൻ്റെ 5 വേരിയേഷൻസ് ആണ്. ഇത് വളരെ എഫക്റ്റീവാണ്, അതുപോലെ തന്നെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ്. പക്ഷേ നിങ്ങൾ നല്ല രീതിയിൽ ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മസിൽ ഗെയിനും അതുപോലെ തന്നെ സ്ട്രെങ്ത്തും ഉണ്ടാക്കാൻ സാധിക്കും. ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് പുഷപ്സിൻ്റെ ചില വേരിയേഷൻസ് ആണ്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നന്നായിട്ടൊന്ന് വാമപ്പ് ആവുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു 10 പുഷപ്പ് ഇവിടെ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഈ ഒരു 10 പുഷപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നോർമൽ പുഷപ്പ് തന്നെ, അതിൻ്റെ ചെറിയൊരു വേരിയേഷനാണ്. അതായത് പുഷപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് കൊടുക്കുകയാണ്. ഒരു ഫോർവേഡ് മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ ഒരു ബാക്ക്വേഡ് മൂവ്മെൻറ്റ്. ഈ ഒരു മൂവ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ പുഷപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പുഷപ്പിൻ്റെ വേരിയേഷൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 അടയാളങ്ങൾ വെക്കുക എന്നുള്ളതാണ്. 1 മീറ്റർ ഡിസ്റ്റൻസിൽ എന്തെങ്കിലും തരത്തിലുള്ള 2 അടയാളങ്ങൾ വെക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ എടുക്കുന്നത് 2 ഷെയ്ഡ്സ് ആണ്. ഇത് ഉപയോഗിച്ചിട്ട് ഞാനൊരു 1 മീറ്ററിൽ 2 അടയാളം മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഏകദേശം 1 മീറ്റർ ഡിസ്റ്റൻസിൽ 2 ഷെയ്ഡ് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഒരു പുഷപ്പിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യത്തെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡാണ്, അതിനുശേഷം ബാക്ക്വേഡാണ്. ഫോർവേഡ് മൂവ്മെൻറ്റ് വന്നതിന് ശേഷം ഈ ഒരു പോയിൻറ്റിലെത്തുന്ന സമയത്ത്, ഈ ഒരു സൈനിലെത്തുന്ന സമയത്ത് നിങ്ങൾ 5 പുഷപ്പ് ചെയ്യുക. അതുപോലെ തന്നെ തിരിച്ച് ബാക്ക്വേഡായിട്ട് വരിക. അതേപോലെ തന്നെ എങ്ങനെയാണ് ഫോർവേഡ് മൂവ്മെൻറ്റ് നിങ്ങൾ ചെയ്തത് അതുപോലെ തന്നെ ബാക്ക്വേഡ് മൂവ്മെൻറ്റിൽ വരിക, വീണ്ടും 5 പുഷപ്പ് ചെയ്യുക. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാനപ്പോൾ പുറകിൽ വെച്ച മാർക്കിങ്ങിൻ്റെ അടുത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? ഓക്കെ, റെഡി? 1 2 3 4 5. 5 പുഷപ്പ് ചെയ്തതിന് ശേഷം എങ്ങനെയാണോ നിങ്ങൾ ഫോർവേഡ് മൂവ്മെൻറ്റ് ചെയ്തത് അതുപോലെ തന്നെ പുറകിലോട്ട് പോവുക. 1 2 3 4 5. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നിങ്ങൾ ഫോർവേഡ് മൂവ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് ചെറിയ ജമ്പോട് കൂടിയിട്ടാണ് വരേണ്ടത്. അതുപോലെ തന്നെ തിരിച്ചു പോകുന്ന സമയത്ത്, ബാക്ക്വേഡ് മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ചെറിയ ജമ്പോട് കൂടിയിട്ടാണ് പോവേണ്ടത്. നിങ്ങൾ ചെയ്ത മാർക്കിങ്ങിൻ്റെ അടുത്തെത്തുന്ന സമയത്ത് 5 പുഷപ്സാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ടോട്ടൽ 2 മാർക്കിങ്സ് ആണുള്ളത്. അപ്പോൾ ടോട്ടൽ 10 പുഷപ്സ് വരും. അതായത് ഒരു സെറ്റിൽ വരുന്നത് 10 പുഷപ്സാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള വേരിയേഷൻസ് ഒന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 3 സെറ്റിൽ നിർത്താവുന്നതാണ്. അതായത് ടോട്ടൽ 30 പുഷപ്സ് വരും. നിങ്ങൾ സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള പുഷപ്സുകൾ വേരിയേഷൻസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഫിറ്റ്നസ് ലെവലിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ്സ് കൂട്ടി ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ചില സമയങ്ങളിൽ ജോയിൻറ്റ്സ് പെയിൻ എല്ലാം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നിങ്ങളുടെ ഫിറ്റ്നസ് ലെവലിനനുസരിച്ച് സെറ്റ്സുകൾ നിങ്ങൾക്ക് ക്രമീകരിക്കാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 2ാമത്തെ വേരിയേഷനാണ്. അതായത് നേരത്തെ ചെയ്തതുപോലെ തന്നെ, നേരത്തെ നമ്മൾ ചെയ്ത സമയത്ത് ഫോർവേഡ് അതുപോലെ തന്നെ ബാക്ക്വേഡ് മൂവ്മെൻ്റ് ആണ്. ഇത് സൈഡ് ടു സൈഡ് മൂവ്മെൻ്റ് ആണ്. നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്, പക്ഷേ മൂവ്മെൻറ്റ് വരുന്നത് സൈഡ് ടു സൈഡാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റെഡി? ആദ്യം തന്നെ നമ്മൾ നേരത്തെ വന്നതുപോലെ തന്നെ പുഷപ്പിൻ്റെ പൊസിഷനിലേക്ക് വരിക. അതിനുശേഷം നമുക്ക് മൂവ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, റെഡി?
1 2 3 4 5 1 2 3 4 5 ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നേരത്തെ ചെയ്തതും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഏകദേശം സെയിം ആണ്, പക്ഷേ മൂവ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫോർവേഡ് ബാക്ക്വേർഡ് ഉള്ളത് സൈഡ് ടു സൈഡ് മൂവ്മെൻറ്റായി എന്ന് മാത്രമാണ് വ്യത്യാസം. ഓക്കെ, അല്ലാതെ നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ 5 പുഷപ്പ് വീതമാണ്. ഓരോ മാർക്കിങ്ങിലും 5 പുഷപ്പ് വീതമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഒരു സെറ്റിൽ 10 പുഷപ്സ് വരും. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വേരിയേഷൻസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 3 സെറ്റ്സിൽ നിങ്ങൾക്ക് നിർത്താവുന്നതാണ്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഫിറ്റ്നസ് ലെവലിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഒരു തരത്തിലുള്ള വർക്കൗട്ടും ചെയ്തിരുന്നില്ല, ഒരു ഇഞ്ചുറിയുടെ ഭാഗമായിട്ട്. അതുകൊണ്ട് തന്നെ പുഷപ്പ് ചെയ്യുന്ന സമയത്തെല്ലാം അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളും എനിക്കുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 3ാമത്തെ ടൈപ്പ് വേരിയേഷനാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു ബോട്ടിലാണ്. ഇത് എന്തിനാണ് എന്നുള്ളത് ഞാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ഈ ബോട്ടിൽ പ്ലേസ് ചെയ്യേണ്ടതെന്നെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ബോട്ടിൽ പ്ലേസ് ചെയ്യുക. അതിനുശേഷം പുഷപ്പിൻ്റെ പൊസിഷനിലേക്ക് വരിക. ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ഹാൻഡ് നിങ്ങൾ നിലത്തും മറ്റേ ഹാൻഡ് നിങ്ങൾ വെക്കേണ്ടത് കുപ്പിയുടെ മുകളിലുമായിട്ടാണ്. അതിനുശേഷമാണ് നിങ്ങൾ പുഷപ്പ് ചെയ്യേണ്ടത്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ പുഷപ്പിൻ്റെ പൊസിഷനിലേക്ക് വരിക. കൈ പ്ലേസ് ചെയ്യേണ്ടത് ഇതുപോലെയാണ്. ഒരു കൈ ജസ്റ്റ് ബോട്ടിലിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യുക, ഒരു കൈ ജസ്റ്റ് നിലത്തും പ്ലേസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പുഷപ്പ് ചെയ്യുക. 1 2 3 4 5. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് മറ്റേ ഹാൻഡും ഇതുപോലെ തന്നെ ചെയ്യാം. റെഡി? One, 2, 3, 4, 5. ഈ ഒരു പുഷപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം നല്ലൊരു ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പുഷപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം ഒരു സൈഡിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു കുപ്പിയാണ്. ബാലൻസ് ഇല്ലെങ്കിൽ ഈ കുപ്പി മറിഞ്ഞു പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നമ്മൾ നോർമലി ഒരു പുഷപ്പ് ചെയ്യുന്ന സമയത്ത് 2 കൈകളിലേക്കും വരുന്ന എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു പുഷപ്പ് ചെയ്തു പോകുന്നത്. പക്ഷേ ഈ ഒരു പുഷപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു കൈകളിലേക്ക് കൂടുതലായിട്ട് എഫേർട്ട് വരികയും ഇത് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. നല്ല രീതിയിൽ ബാലൻസ് ആയി കഴിഞ്ഞാൽ ഈ ഒരു പുഷപ്പ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. ഈ ഒരു പുഷപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ ഇൻബാലൻസ് ഉള്ള ആളുകൾക്കെല്ലാം, അതായത് ചില ആളുകൾക്ക് നമുക്കറിയാം ഒരു കൈ നല്ല രീതിയിൽ മസിൽസ് ഉണ്ടാകും, ഒരു കൈക്ക് മസിൽസ് കുറവായിരിക്കും. ഈ ഒരു അവസ്ഥ ഉള്ള ആളുകൾക്കെല്ലാം ഇങ്ങനെയുള്ള പുഷപ്പ് ചെയ്യുന്നതിലൂടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത വേരിയേഷനിലേക്ക് വരാം. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതായത് പുഷപ്പിൻ്റെ പൊസിഷനിലേക്ക് വന്നതിന് ശേഷം നമ്മൾ 3 തവണ ഹോൾഡ് ചെയ്യുകയാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ പുഷപ്പിൻ്റെ പൊസിഷനിലേക്ക് വരിക. അതിനുശേഷം നിങ്ങൾ ഹോൾഡ് ചെയ്യുക. എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. റെഡി? പുഷപ്പിൻ്റെ പൊസിഷനിലേക്ക് വരിക. അതിനുശേഷം ഹോൾഡ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു 10 സെക്കൻഡാണ് ഹോൾഡ് ചെയ്ത് കാണിക്കുന്നത്. എങ്ങനെയാണ് നോക്കാം. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. അതിനുശേഷം കുറച്ച് താഴുക. ഓക്കെ, എന്നിട്ട് വീണ്ടും ഹോൾഡ് ചെയ്യുക. റെഡി? 1 2 3 4 5 6 7 8 9 10. അതിനുശേഷം വീണ്ടും താവുക. റെഡി? 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇതുപോലെയാണ് ഈ ഒരു വേരിയേഷൻസ് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ 10 സെക്കൻഡ്സാണ് ഹോൾഡ് ചെയ്തത്. നിങ്ങളുടെ ഫിറ്റ്നസ് ലെവലിനനുസരിച്ച് ഹോൾഡ് ചെയ്യുന്ന സെക്കൻഡ്സ് നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. ഓക്കെ, നല്ല രീതിയിൽ എഫക്റ്റ് കിട്ടണമെങ്കിൽ ഒരു 20 സെക്കൻഡെങ്കിലും നിങ്ങൾ ഹോൾഡ് ചെയ്യണം. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ്പ്ലോസീവ് പുഷപ്സ് ആണ്. ഇതൊരു പക്ഷേ നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാകും. ചെറിയ ജമ്പോട് കൂടി പുഷപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. പുഷപ്പിൻ്റെ പൊസിഷനിലേക്ക് വരിക. അതിനുശേഷം ചെറിയ ജമ്പ് കൊടുക്കുക. ഓക്കെ, ഒരുപക്ഷേ ഈ ഒരു പുഷപ്സ് നിങ്ങൾ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടാകും. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 20 സെക്കൻഡാണ്. ഓക്കെ, 20 സെക്കൻഡ് 3 സെറ്റാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഞാൻ ഈ പറഞ്ഞ പുഷപ്സ്, എക്സ്പ്ലോസീവ് പുഷപ്സ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാപ്പ് ചെയ്തുകൊണ്ട് ചെയ്യാം. എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതെല്ലാവരും ചെയ്യുന്ന പുഷപ്സ് തന്നെയായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്തത് 5 തരത്തിലുള്ള പുഷപ്സാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ വർക്കൗട്ട് തുടങ്ങിയിട്ട് 1 വീക്ക് ആവുന്നേ ഉള്ളൂ. ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടെറസിലേക്ക് വന്ന സമയത്ത്
ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചൊരു വർക്കൗട്ടായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഇതൊരു വീഡിയോയിൽ ചെയ്യാം എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ എഫക്റ്റീവാണ്. ഇതുപോലെയുള്ള ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. 21 വേരിയേഷൻസ് ഓഫ് പുഷപ്സ് എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ലിങ്ക് താഴെ കൊടുക്കാം. അതിലും ഇതുപോലെയുള്ള ഒരുപാട് പുഷപ്സ് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള നല്ല വർക്കൗട്ട് വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ബീൻ സൈനിങ് ഓഫ്.